ഈ ബേബീസിന് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടൂലേ ഇതേപോലത്തെ ഒരു ബോക്സ്, ഈ ഫ്രെയിം മോഡൽ സാധനം, അങ്ങനത്തെ ഒരു ബോക്സൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പോരിട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പണിയാൻ പോണത് ഒരു ചെറിയ ഫിഷ് അക്വേറിയം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒന്ന് ഫിഷിൻ്റെ ഷേപ്പിലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം ഒരു ഓറഞ്ച് കളറിലാണ് ഫിഷിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ 2 ഫിഷിനെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി എന്താ കണ്ണ് വരച്ചെടുക്കുക, എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻസൊക്കെ വേണമെങ്കിൽ അതും ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ ഫിഷ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഒരു ഗ്രീൻ പേപ്പർ എടുക്കുക, ഇതേപോലെ ഈ പായലൊക്കെ പോലെ വരച്ചെടുക്കുക. പിന്നെ അത് കട്ട് ചെയ്യുക. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ആ ബോർഡിൽ അതെടുക്കുക, ഈ കാണുന്ന പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ വെള്ളത്തിൻ്റെയൊക്കെ വേവില്ലേ, അതേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആ പോർഷനൊന്ന് കളർ ചെയ്തെടുക്കുക. ഞാനിപ്പം ബ്രഷ് പെൻ വെച്ചിട്ടാണ് കളർ. ഇനി ബ്രഷ് പെന്നില്ലാത്തൊരു പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങളെ കയ്യിലുള്ള കളറൊക്കെ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്താൽ മതി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഞാനത് നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് ഷോർട്ടായിട്ട് ചെയ്തു. ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ മഴയൊക്കെ പെയ്യുണ്ടോ, സ്കൂളിൽ പോകുമ്പം മഴയത്തൊക്കെ നനഞ്ഞ് പോകാൻ വേറൊരു വൈബാലേ. ഈ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു വാൾ ഡെക്കോറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതല്ല ടേബിളിൽ വെക്കാനാണെങ്കിലും ടേബിൾ ഡെക്കോറായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പായൽ പോലത്തെ സാധനം ഇതാ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ചെറിയൊരു 3D വേർഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കാട്ടിലും കുറച്ച് കളർ കുറഞ്ഞ ഗ്രീൻ എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഈ ലെയറായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലെ ആയിട്ടില്ലെങ്കിലും ഫിഷ് ടാങ്ക് ഓക്കെ ആക്കണം കേട്ടോ. ഇനി ഡബിൾ ടാപ്പ് യൂസ് ചെയ്ത് ഫിഷിനൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ, അതാകുമ്പം ചെറിയൊരു 3D എഫക്റ്റ് ഒക്കെ കിട്ടും. ഇനി നമ്മളെ ഫ്രെയിമത്തെ എയ്ത്ത് കളയാനായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇതേപോലെ ആകാശം അല്ലെങ്കിൽ സ്കൈ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ ഫിഷ് അക്വേറിയം അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.